ലീഗിന് എന്തും ചെയ്യാം, എന്ത് തോന്നിവാസവും ലീഗിന് ചെയ്യാം. എത്ര ജനകീയ വിരുദ്ധമായും ലീഗിന് ഭരിക്കാം. മലപ്പുറം ജില്ലയിലടക്കം ഒരു പഠനം വേണമല്ലോ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ UDF ജയിച്ച മണ്ഡലങ്ങൾ നോക്കാം. അവിടുത്തെ ഭൂരിപക്ഷം നമുക്ക് നോക്കാവുന്നത് 50,000, 60,000 വലിയ ഭൂരിപക്ഷമാണ്. പലയിടങ്ങളിൽ വോട്ട് നേടിയ അത്ര ഭൂരിപക്ഷം ലഭിക്കും. അത് ശരിക്കും പഠിക്കേണ്ടതല്ല ശരിക്കും. അല്ല, അത്രയൊന്നും എന്തുണ്ടായാലും പ്രശ്നമില്ല, ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണല്ലോ, എന്ന സന്ദേശമാണല്ലോ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ലീഗിന് എന്തും ചെയ്യാം, എന്ത് തോന്നിവാസവും ലീഗിന് ചെയ്യാം. എത്ര ജനകീയ വിരുദ്ധമായും ലീഗിന് ഭരിക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾക്ക് ജനങ്ങൾ വലിയ ഭൂരിപക്ഷം തന്നിട്ടുണ്ട്. ആ ഒരു ധിക്കാരത്തിലേക്ക് ലീഗിനെ ഈ മഹാഭൂരിപക്ഷം വഴി നടത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പഠിക്കേണ്ടതല്ലേ ഈ വിഷയത്തിൽ? ഈ ഒരു വിഷയത്തിൽ പഠനം നടത്തേണ്ടതല്ലേ? അല്ല, അത് പഠിച്ചിട്ടുണ്ടല്ലോ. ആളുകൾക്കിടയിൽ മതബോധവും ജാതിബോധവും സമുദായബോധവും ഊതിവീർപ്പിച്ച് അത് വർഗീയതയെ ശക്തമായിട്ട് ഉപയോഗപ്പെടുത്തി എങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ UDF കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ജനങ്ങൾ ആ സർക്കാരിനെ 10 വർഷം ഭരിച്ചു, ഇനി UDF ഒന്ന് ഭരിക്കട്ടെ എന്നുള്ള നിലയിൽ തോൽപ്പിച്ചു. അപ്പൊ ഇനി ജനങ്ങൾക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാറിൽ കയറ്റിയത് അദ്ദേഹം നടത്തിയ പ്രസ്താവനക്ക് അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആണ് എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ ബിന്ദു കൃഷ്ണ മന്ത്രി അദ്ദേഹത്തെ പോയി കണ്ടതും അനുഗ്രഹം വാങ്ങിയതും എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തിന് ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ ഇനിമേലിൽ ഒരു നേതാവിനെയും മതനേതാവിനെയും സമുദായ നേതാവിനെയും പോയി കാണില്ല എന്ന് പറഞ്ഞിട്ട് അതേ നേതാക്കന്മാരെ പോയി കാണാൻ വ്യഗ്രത കാണിക്കുന്നു. അപ്പോൾ ലെറ്റ് us wait and see. അല്ല, അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ഒരാളെ അത് ബോധ്യമായിട്ടും അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള UDF എന്തിനാണ് അതിലെ ഒരു മന്ത്രി വെള്ളാപ്പള്ളിയെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങാൻ നിന്നത്? അത് അവരോട് ചോദിക്കും. ജില്ലയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. ജില്ല വിഭജിക്കണമെന്നുള്ള ഒരു ആവശ്യം മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു ജില്ലയുടെ ഒരു വിഭജനം കൊണ്ട് ജില്ലയുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വികസന കാര്യങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ UDFനെ പിന്തുണച്ചിട്ടുണ്ടാവുക. അപ്പൊ അവരത് ചെയ്യുമായിരിക്കും. പ്രായം കൂട്ടുന്നതിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. കിഫ്ബി ഒരു വലിയ ബാധ്യത ഉണ്ടാക്കുന്നു, വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ്, സാമ്പത്തിക ബാധ്യതയിലാണ് സംസ്ഥാനം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള ഒരു ഈ സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. 2-3 മാസം നമുക്ക് കാത്തിരിക്കാം. അവരേതൊക്കെ പദ്ധതികളാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കുക. അവർക്കൊരിക്കലും ഈ സർക്കാരിന്റെ പദ്ധതികളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവര് ഈ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ